എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു 1.5 കപ്പ് ഗ്രീൻ ബീൻസ് തലേ ദിവസം വെള്ളത്തിയിട്ടാണ്. തലേ ദിവസം വെള്ളത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു 6 മണിക്കൂർ കുതിർക്കണം. ഇത് കുതിർത്തത് നമുക്കൊരു കുക്കറിലോട്ട് തട്ടിക്കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഒരു ഉരുളൻകിഴങ്ങും 2-3 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ഇടണം. അല്പം കറിവേപ്പിലയും 1 ഗ്ലാസ് വെള്ളവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു 6 വിസിൽ കേൾപ്പിക്കാം. കുക്കർ അടച്ച് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ആ നേരത്തിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തക്കാളി, കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പല രീതിയിലും വയ്ക്കും. ക്യാരറ്റ് ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഇന്നെൻ്റെ ക്യാരറ്റ് ഇല്ല. ഇതിലേക്ക് ആവശ്യത്തിന് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു പച്ചമുളക് ഇട്ടുകൊണ്ട് നമ്മൾ മുളക് പൊടി ചേർക്കില്ല. ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങയും നല്ല ജീരകം, അതായത് വലിയ ജീരകവും കൂടെ നമുക്ക് അരച്ചുകൊണ്ട് വരാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അത് അരച്ചുകൊണ്ട് വരാം. ഗ്രീൻ ബീൻസ് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലോട്ട് ഗ്രീൻ ബീൻസ് തട്ടിക്കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന വലിയ ജീരകവും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതിന് നല്ലൊരു കറിയാണ്. അപ്പവും ചപ്പാത്തി ഇതിനെല്ലാം നല്ലൊരു കറിയാണ്.